ആദ്യ ബഹിരാകാശ സഞ്ചാരി ഹനുമാൻ എന്ന പരാമർശത്തിൽ ബി.ജെ.പി. എം പി അനുരാഗ് ഠാക്കൂറിനെതിരെ പ്രതിഷേധം. ഇത്തരം പരാമർശം അസ്വസ്ഥപ്പെടുത്തുന്നെന്ന് ഡി.എം.കെ. എം പി കനിമൊഴി പ്രതികരിച്ചു. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും കനിമൊഴി ചൂണ്ടിക്കാട്ടി. ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ യാത്രികനെന്നും പുസ്തകങ്ങൾക്കപ്പുറം പാരമ്പര്യത്തെ അറിയണമെന്നുമായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പരാമർശം. अंतरिक्ष में यात्रा करने वाला पहला कौन था? मुझे तो लगता है हनुमान जी थे, क्योंकि हम अभी भी अपने आप को अभी तक ही देख रहे हैं। हम अपने हजारों वर्ष पुरानी परंपरा, ज्ञान, संस्कृति, जब तक हमें उसका ज्ञान नहीं होगा तो जो अंग्रेजों ने दिखाया हम वहीं तक सीखेंगे. പി.ആർ. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ബി.ജെ.പി. നേതാക്കൾ ഇതിനപ്പുറം എന്ത് പഠിപ്പിക്കാനാണ് കുട്ടികളെ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനെതിരെ എത്രത്തോളം പ്രതിഷേധം ഉയരുന്നുണ്ട്? ഇതിന് 2 ദിവസം മുമ്പാണ് ബഹിരാകാശ ദിനത്തിൽ ഹിമാചൽ പ്രദേശിലെ സ്കൂളിൽ വെച്ച് അനുരാഗ് ഠാക്കൂർ ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. ആരാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയെന്ന് ബി.ജെ.പി. എം പി ആ കുട്ടികളോട് ചോദിക്കുകയായിരുന്നു. പക്ഷെ അതിന് കുട്ടികൾ നീൽ ആംസ്ട്രോങ് എന്നുള്ള യഥാർത്ഥ മറുപടി പറയുമ്പോൾ, എന്നാൽ എനിക്ക് തോന്നുന്നത് ആദ്യമായി ബഹിരാകാശത്തെത്തിയത് ഹനുമാൻജി എന്നതായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം ഉയരുന്നത്. ഇപ്പോൾ ഡി.എം.കെ. തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഡി.എം.കെ. എം പി കനിമൊഴി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം പരാമർശം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും കരിമൊഴി ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, NCERT-യിലടക്കം വലിയ രീതിയിലുള്ള പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ബി.ജെ.പി. നേതാക്കളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുവാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തെറ്റുകൾ പറഞ്ഞും അതുപോലെ തന്നെ വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ കൂടി വഴിതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനവും ശക്തമാണ് തന്നെ.